അപ്പോൾ നമ്മൾ XYZ ഡിവൈഡ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കൺസെപ്റ്റാണ് മിസ്സിന് ചെയ്യുന്നത്. അത് തന്നെ അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിളോട് എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ് എങ്ങനെയാണത് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ സിഗ്മ ഈസ് ഈക്വൽ ടു 1. കണ്ടോ, ഇവിടെ നമുക്ക് കാണുന്നില്ലേ, സിഗ്മ എന്ന് പറയുന്നത് 1 ആണ്. സിഗ്മയിലെ എലമെൻ്റ് എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നിങ്ങൾ സപ്പോസ് ചെയ്യുക, നിങ്ങൾ വരയ്ക്കുന്ന ഒരു ഓട്ടോമേറ്റിൽ 10 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ചുമ്മാ സപ്പോസ് ചെയ്യുക. 10 സ്റ്റേറ്റുള്ളത്, കാരണം നമുക്ക് ഇതിൽ ഓട്ടോമേറ്റ് ഒന്നും വരയ്ക്കാനില്ല. നമുക്ക് ഈ സ്ട്രിങ് റെഗുലർ ആണോ അല്ലയോ എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രിങ് ജസ്റ്റ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ജസ്റ്റ് ഒരു നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുവാണ്, ഒരു സ്റ്റേറ്റ് നമ്മളങ്ങ് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, നൗ L is equal to 1 raised to k എന്ന് സപ്പോസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിൽ എന്താണെന്ന് നോക്കിയേ, 1 raised to k, കെയുടെ എണ്ണം 1 മുതൽ എത്ര വേണമെങ്കിലും ആകാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രിങ് ആണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. 1 raised to k, 1 raised to k, k can be what, 1 raised 1, കെയുടെ വാല്യൂ കണ്ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, 1ലും വലുതായ എന്ത് വാല്യൂ കെയിൽ പറ്റും, ഇൻക്ലൂഡിങ് 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, 1 raised to k, 1 2 3 4 5 6, 1 raised to 6 എന്ന് പറയുന്നൊരു W ഞാനിവിടെ എടുത്തു. ഓക്കെ, നൗ സി, W ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, X Y Z. ഓക്കെ, അപ്പോൾ Yക്ക് ഞാൻ 3 1 കൊടുത്തു, Xന് 2 1 കൊടുത്തു, Zന് 1 1 കൊടുത്തു. അങ്ങനെ ഞാൻ 3 ആയിട്ട് Yന് Wന് ഡിവൈഡ് ചെയ്തു. ഇനി ഞാൻ പുതിയ W' കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ W' കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സോ X Y raised to I Z. X എന്ന് പറയുന്നത് 2 1, Y എന്ന് പറയുന്നത് 3 1, Z എന്ന് പറയുന്നത് 1 1. ഓക്കെ, സോ Y raised to, Y പാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ പമ്പ് ചെയ്യുക എന്ന് പറയുന്നത്. Y എന്ന് പറയുന്ന പോർഷനെ മാത്രം ഞാൻ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, 2. ബിക്കോസ് ഐയുടെ വാല്യൂ ഞാൻ 2 എടുത്തുകൊണ്ടാണ് ഇവിടെ 2 എന്ന് വന്നേക്കുന്നത്. ഓക്കെ, ഐയുടെ വാല്യൂ 2 തന്നെ എടുക്കണമെന്നില്ല. ഐയുടെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐയുടെ വാല്യൂ എന്താ, I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0യിലും അല്ലെങ്കിൽ 0നോട് ഈക്വലും അല്ലെങ്കിൽ 0ന് മുകളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഐക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ സ്ട്രിങ് എങ്ങനെയാണെന്ന് നോക്കി, 1 1, ഈ 3 1നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 1 1 1 1 1, പിന്നെ അവസാനത്തെ 1 റിപ്പീറ്റ് ചെയ്യേണ്ട, അങ്ങനെ തന്നെ. അപ്പോൾ ആദ്യത്തെ Xും Zും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, Y പാർട്ട് മാത്രം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഈ കിട്ടുന്ന സ്ട്രിങ്ങും 1 raised to k തന്നെയല്ലേ എന്ന് നോക്കി അല്ലേ. 1 2 3 4 5 6 7 8 9, 1 raised to 9 എന്ന് വെച്ചാൽ നമുക്ക് പുതുതായിട്ട് കിട്ടിയ W' എങ്ങോട്ട് തന്നെ ബിലോങ് ചെയ്യുന്നതാണ്, നമ്മുടെ Lൽ തന്നെ അല്ലേ. L എന്താ, 1 raised to k, ഈ Lലേക്ക് തന്നെ ബിലോങ് ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ W'. അപ്പോൾ അത് രണ്ടും റെഗുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ മിസ്സ് കാണിച്ചു തരും. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഈ പുതിയ W' നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കില്ല, പുതിയ W' നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഈ Lലേക്ക് ബിലോങ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ റെഗുലർ എന്നുള്ളത് മനസ്സിലായാലാണ് എന്താണ് ഈ റെഗുലർ അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റെഗുലർ ആയിട്ടുള്ളൊരു സ്ട്രിങ് ഇപ്പോൾ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ തറവായിരിക്കണം. എന്തൊക്കെയാണ്, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, Y നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കണം. Y ഒരിക്കലും നള്ളിനോട് ഈക്വൽ ആയിരിക്കരുത്. പിന്നെ Xും Yയും കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണോ അതിലും ചെറുതും അല്ലെങ്കിൽ അതിനോട് ഈക്വലെങ്കിലും ആയിരിക്കണം എന്ത്, ഈ Xൻ്റെ Yയുടെ ലെങ്ത്ത് മാത്രം നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഈ പറയുന്ന കേസ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ സൂക്ഷിക്കണം. Y ഒരിക്കലും എപ്സിലോൺ ആവാനും പാടില്ല. Xൻ്റെ Yൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ നമ്മുടെ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് സ്റ്റേറ്റ് 10 ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അല്ലേ. സോ 10. ഇനി നോക്കി, Xും Yയും കൂടെ കൂട്ടുമ്പോൾ 10നേക്കാൾ മുകളിൽ പോകാൻ പാടില്ല. Xൻ്റെ ലെങ്ത്ത് എത്രയാണ്, 2. Yയുടെ ലെങ്ത്ത് എത്രയാണ്, 3. അപ്പോൾ 3 2 5 അല്ലേ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ 10ന് മുകളിൽ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് അക്സെപ്റ്റബിൾ കണ്ടീഷനാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇത് പ്രൂവ് ചെയ്യുവാണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പമ്പിങ് ലെമ്മ വെച്ച് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പമ്പിങ് ലെമ്മ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ Y പാർട്ടിനെ പമ്പ് ചെയ്യുക. പമ്പിങ് മീൻസ് റിപ്പീറ്റിംഗ്, ഐട്രേറ്റിംഗ് എന്നൊക്കെ ഒരു മീനിങ് ഉള്ളൂ. അപ്പോൾ Xനെയും Zനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഈ Y എന്ന് പറഞ്ഞ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, റിപ്പീറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടിട്ടാണ് ഈ തിയറത്തിന് നമ്മൾ പമ്പിങ് ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അതെന്തായാലും വരും. ഓക്കെ, ഞാൻ ചെയ്യിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും വരും. കാരണം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്യിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എങ്ങനെയാണ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ L is equal to a raised to I square such that I greater than or equal to 1 is not regular. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെ 3 രീതിയിൽ ചോദിക്കാം. അതുകൊണ്ടാണ് അതിൻ്റെ താഴെ മിസ് ആ 3 രീതി എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 3 രീതിയിൽ ചോദിച്ചാൽ ആൻസർ സെയിം ആയിട്ട് തന്നെ എഴുതേണ്ടത്. ഓക്കെ, വ്യത്യാസമില്ല ഇതിന്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത്. ദാറ്റ് ഇസ് എ റേസ് ടു ഐ സ്ക്വയർ എന്ന് ചോദിച്ചാലും എ റേസ് ടു ഐ സച്ച് ദാറ്റ് ഐ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാലും എ റേസ് ടു എൻ ഇൻറ്റു എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലും ഈ 3 തരത്തിൽ പറഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, എ റേസ് ടു ഐ സ്ക്വയർ, എയുടെ മുകളിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ കുറച്ച് സ്റ്റെപ്സ് എഴുതുകയാണ്. ഇത് ശരിക്കും മാത്സിലൊക്കെ നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഈ സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്യുക, അതനുസരിച്ച് അങ്ങ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റെപ്പ് 1, അസ്യൂം L is regular and there exists a finite automata with n number of states. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഈ തിയറി ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പമ്പിംഗ് ലെമ്മ വെച്ച് ഒരു സ്ട്രിങ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണെന്നറിയോ സ്റ്റാർട്ട് ചെയ്യുക? ഇനീഷ്യലി വി വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് റെഗുലർ. നമ്മൾ അസ്യൂം ചെയ്യും അത് റെഗുലർ ആണെന്ന്. എന്നിട്ട് ഫൈനലി നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തും. എന്ന് വെച്ചാൽ റെഗുലർ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അസ്യൂം L is റെഗുലർ, റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്യുക ആദ്യം തന്നെ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇഫ് എ ലാംഗ്വേജ് ഇസ് റെഗുലർ ദെൻ ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അല്ലേ, ഇപ്പോൾ ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ, ഇഫ് എ ലാംഗ്വേജ് ഇസ് റെഗുലർ ദെൻ വി ക്യാൻ സേ ദാറ്റ് ഐ ക്യാൻ ഡ്രോ വൺ ഓട്ടോമേറ്റ ഫോർ ദാറ്റ് റെഗുലർ ലാംഗ്വേജ് വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ മുതൽ പഠിക്കുന്ന കാര്യമാണ്, അല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലാംഗ്വേജിന് ഒരു ഓട്ടോമേറ്റ വരയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അല്ലേ, ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എങ്കിൽ നമുക്കതിന് ഓട്ടോമേറ്റ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലേ, സോ L റെഗുലർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. സോ ഐ എം അസ്യൂമിങ് ദാറ്റ് L ഇസ് റെഗുലർ സോ ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ഓക്കെ L റെഗുലർ ആണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓട്ടോമേറ്റ വരയ്ക്കാൻ പറ്റും. ഐ ക്യാൻ ഡ്രോ വൺ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റേറ്റുകളുടെ എണ്ണത്തിന് ഞാൻ സ്മോൾ ലെറ്റർ n ആയിട്ട് കാണിക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് വെച്ച് പതുക്കെ പ്രൂവ് ചെയ്യുവാണ് L റെഗുലർ അല്ല എന്ന്. ഓക്കെ, ആദ്യം നമ്മൾ റെഗുലർ ആണെന്ന് പറയും, പക്ഷേ ഫൈനലി നമ്മൾ ചെയ്ത് വരുമ്പോൾ റെഗുലർ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇൻ സ്റ്റെപ്പ് 2 ലെറ്റ് W is equal to AN square. ഓക്കെ, അപ്പോൾ ഞാനൊരു W എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു W എടുക്കുവാണ്. W ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി, A റേസ് ടു n സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് W എന്തായിരിക്കും? A റേസ് ടു n സ്ക്വയർ ആണ് നമ്മുടെ W എന്ന് വെച്ചാൽ Wയിൽ എയുടെ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? n സ്ക്വയർ. അതല്ലേ അതിൻ്റെ മീനിങ്. ഇപ്പോൾ A റേസ് ടു 2 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താ? A എത്ര എണ്ണം ഉണ്ട്? A 2 എണ്ണം. A റേസ് ടു 3 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? A 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ A റേസ് ടു n സ്ക്വയർ എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? n സ്ക്വയർ A ഉണ്ടെന്നല്ലേ അർത്ഥം? n സ്ക്വയർ എണ്ണമുണ്ട് A എന്നല്ലേ അതിൻ്റെ മീനിങ്, അല്ലേ? സോ W is equal to A റേസ് ടു n സ്ക്വയർ. എന്തുകൊണ്ടാണ് A റേസ് ടു n സ്ക്വയർ എടുക്കാൻ കാരണം നമ്മുടെ സ്ട്രിങ് ഇരിക്കുന്നുണ്ടോ? A റേസ് ടു I സ്ക്വയർ, അല്ലേ? അപ്പോൾ ഐയുടെ അവിടെ ഞാൻ ഒരു റാൻഡമായിട്ട് ഐക്ക് എന്ത് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 1ലും ഗ്രേറ്റർ ആയിട്ടുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും ഐക്ക് വരാം. ആ 1ലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് n എന്ന് പറഞ്ഞിട്ട് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, തിയറം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുമ്പോൾ ജനറലായിട്ട് വേണം പ്രൂവ് ചെയ്യാൻ. ജനറൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ എന്നിന് ഒരു 5 എന്നോ 6 എന്നോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറൽ ആവില്ല, അത് സ്പെസിഫിക് ആയി പോകും. ഓക്കെ, അപ്പോൾ ജനറൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ n, k, x, y അങ്ങനെയുള്ള വേരിയബിൾസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ തിയറം ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആൻസർ കീയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ജനറലായിട്ട് പ്രൂവ് ചെയ്യാത്തവർക്ക് ഹാഫ് മാർക്ക് കൊടുത്താൽ മതി. മീൻസ് ഹാഫ്, ഇപ്പോൾ 10 മാർക്കാണെങ്കിൽ 5 മാർക്കാണ് ജനറൽ അല്ലാതെ പ്രൂവ് ചെയ്യവർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ജനറലായിട്ട് തന്നെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ,
സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ എൻ സ്ക്വയർ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഐ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. ഐ എന്ന് പറയുന്നത് എന്താ, ഐ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. പക്ഷെ ഞാൻ ഈ 1, 2, 3 അങ്ങനെയുള്ള നമ്പർ ഞാൻ എടുക്കില്ല ഐക്ക്, ഞാൻ ജനറലായിട്ടേ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 1ലും വലിയ ഏതോ ഒരു വാല്യൂ ആണ് എൻ, സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഐക്ക് എടുക്കുന്ന വാല്യൂ എന്താണെന്ന് നോക്കി, എൻ ആണ്. ബിക്കോസ് ഐ എം ട്രൈയിങ് ടു പ്രൂവ് ഇറ്റ് ആസ് ജനറൽ ദാൻ സ്പെസിഫിക്കലി. ഓക്കെ, സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ സ്ക്വയർ. ഇനി നോക്കിയാൽ ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും എങ്ങനെയാണ്. ജനറൽ എന്ന് പറയുമ്പോൾ നിങ്ങളത് ഒരുപാട് കോംപ്ലക്സ് ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, നൗ സി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മോഡ് ഡബ്ല്യു എന്താണെന്ന് നോക്കിയേ. ഡബ്ല്യൂയുടെ ലെങ്ത് എന്തായിരിക്കും, എൻ സ്ക്വയർ ആയിരിക്കില്ലേ അല്ലേ. ഞാൻ പറഞ്ഞു എ റേസ് ടു എൻ സ്ക്വയർ എന്ന് വെച്ചാൽ എൻ സ്ക്വയർ എകൾ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. എൻ സ്ക്വയർ എകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡബ്ല്യൂയുടെ ലെങ്ത് എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എൻ സ്ക്വയർ ആയിരിക്കില്ലേ അല്ലേ. ഇപ്പോൾ എ റേസ് ടു 10 എന്നാണെങ്കിൽ എത്ര എ ഉണ്ട് അവിടെ, 10. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, 10 എന്ന് പറയുന്ന അതേ മീനിങ് തന്നെയാണ് ഇവിടെ. എ റേസ് ടു എൻ സ്ക്വയർ ഇൻ ദ സെൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എൻ സ്ക്വയർ നമ്പർ ഓഫ് എസ് അല്ലേ. അപ്പോൾ എൻ സ്ക്വയർ നമ്പർ ഓഫ് എസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്താണ്, മോഡ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഡബ്ല്യൂയുടെ ലെങ്ത് എന്താണ്, എൻ സ്ക്വയർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്ര നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ഡബ്ല്യു ഇൻറ്റു എക്സ് വൈ സെഡ്. നമുക്കറിയാം ഏത് സ്ട്രിങ് കിട്ടിയാലും ഇത് നമ്മൾ പമ്പിംഗ് ലെമ്മ വെച്ച് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ സ്ട്രിങ് എന്താ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ സ്ക്വയർ. ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ 3 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്കറിയാം. എന്തൊക്കെയാണ്, വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ. ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ പാർട്ട് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആൻഡ് എക്സ് വൈ മോഡ് എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എക്സിൻ്റെയും വൈയുടെയും കൂടെ മോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് എന്നിലും എന്തായിരിക്കണം, ചെറുതോ അല്ലെങ്കിൽ എന്നോടെങ്കിലും ഒപ്പമെങ്കിലും നിൽക്കണം, അതിനേക്കാൾ വലുതാകാൻ പാടില്ല. ഓക്കെ, എൻ മീൻസ് വാട്ട്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ അവർ ഓട്ടോമേറ്റ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് അത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. സ്റ്റെപ്പ് 3.